എന്തെങ്കിലും ചർച്ച നടക്കുന്നതായിട്ട് എനിക്കറിവില്ല. അങ്ങനെ എന്തെങ്കിലും BD സതീശൻ പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ UDF-ലാണ് അദ്ദേഹം ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്ത് വരെ നടന്നിട്ടില്ല. പിന്നെ ആ ക്വസ്റ്റ്യൻ മുന്നണി വിപുലീകരണം ഇപ്പൊ നിലവിൽ അജണ്ടയിലുള്ളതാണോ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടിത്തറ വികസിപ്പിക്കുക, അടിത്തറ അത് മുന്നണിയിലുണ്ട്. അടിത്തറ വികസിച്ചതിന്റെ ലക്ഷണമാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. അടിത്തറ വികസിപ്പിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് LDF-ലുള്ള ഘടകകക്ഷികളെ ഇല്ല ജനകീയ അടിത്തറ അന്ന് എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ. അതിന് മുന്നണി വികസിപ്പിക്കുന്നതിനെ കുറിച്ച് ലീഗ് ഉൾപ്പെടെ വിപുലീകരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വരാനുള്ളവർക്ക് വരണം എന്നുള്ള അത് ജനങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ജോസ് കെ മാണി പറഞ്ഞ കാര്യം 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 ഇപ്പോഴും LDF-നോടൊപ്പമാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള 7 ഏതൊക്കെയാ? അതില് ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം ഉള്ളു. ബാക്കി 3 അവരുടെ പങ്ക് എത്രയാ? വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിയാണ്. അതിനെപ്പറ്റി ഒന്നും എനിക്ക് മറുപടിയില്ല. ഇല്ല, അത് പരാമർശം അർഹിക്കുന്നില്ല. കാരണം ഈ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് 14-3 ആയെന്ന് മാത്രമല്ല, ഇടുക്കി അസംബ്ലി മണ്ഡലം 9 പഞ്ചായത്തും കട്ടപ്പന മുനിസിപ്പാലിറ്റിയും, അതിൽ 9 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും UDF ഭൂരിപക്ഷമാണ്. തൃക്കൊടിത്താനം ഞങ്ങളുടെ ഏറ്റവും ശ്രദ്ധേയമായ വിജയം അവിടെയാണ്. 7300 വോട്ടിന് കഴിഞ്ഞ തവണ താഴെ പോയിരുന്നതാണ്. അവിടെ അത് മറികടന്ന് 700 വോട്ടിന് ബിനു അവിടുന്ന് വിജയിച്ചു. കടുതുരുത്തി അവർ ഉന്നം വച്ചിരിക്കുന്ന നിയമമണ്ടല്ലോ, അവിടെ കുറവലങ്ങാട് 5000 കഴിഞ്ഞവണ് തോറ്റതാണ്. കടുത്തുരുത്തി കോൺഗ്രസിനാണെങ്കിൽ 8000. അതാണ് അവിടുത്തെ സ്ഥിതി. നഗരസഭ ഒരിക്കലും ഞങ്ങൾക്ക് മുൻതൂക്കമില്ലല്ലോ. ഒരു 3 സീറ്റുകൾ ഒരിക്കലും കിട്ടിയിട്ടില്ല. പക്ഷേ അത് അവരുണ്ടായിരുന്നപ്പോഴും അപ്പോൾ തൊടുപുഴ നഗരസഭ ഞങ്ങളൊരു ശക്തി കേന്ദ്രമായിട്ട് കണക്കാക്കിയിട്ടില്ല. പക്ഷേ പഞ്ചായത്തുകളെ 12-10 പഞ്ചായത്തിലും ഭൂരിപക്ഷമാണ്. എല്ലാ ബ്ലോക്കും ഭൂരിപക്ഷമാണ്. അങ്ങോട്ട് കടന്നാൽ ജില്ലാ പഞ്ചായത്താണെങ്കിൽ മൂലമറ്റം, വാത്തുക്കുടി, വണ്ണപ്പുറം, കരിമൂന്നം. അപ്പോൾ ഇടുക്കി ജില്ലയിൽ കാറ്റ് മാറി വീശിയിരിക്കുന്നു. കോട്ടയത്ത് മാറി വീശിയിരിക്കുന്നു. ചുരുക്കഞ്ഞ സീറ്റ് അവർ ജയിച്ചെങ്കിലും നിരയെ ഇപ്പോൾ പിന്നെ അതിരമ്പുഴ അവർ ജയിച്ചു തന്നെ പറയാം. പക്ഷെ അവിടെയുള്ള പഞ്ചായത്ത് വാർഡുകൾ പിന്നെ ഏറിയ ഭാഗവും UDF-ന്റെ കൂടെയാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രതികരണം വ്യക്തമായിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ ഇപ്പുറത്തേക്ക് വരും. തെറ്റിദ്ധാരണ കൊണ്ട് കുറച്ച് പേര് അപ്പുറത്ത് നിൽപ്പുണ്ട്, അവരിങ്ങോട്ട് പോയി. അതുകൊണ്ട് ഈ കാറ്റ് മാറി വീശിയിരിക്കുന്നു. വിലയിരുത്തൽ നടത്തിയിട്ട് വീണ്ടും വിലയിരുത്താൻ വേണ്ടി കുടിക്കുക LDF. വിലയിരുത്തിയിട്ടും വ്യക്തമാകുന്നില്ല. പ്രത്യേകിച്ച് ആ സ്വർണ്ണപ്പാളി എങ്ങനെ പോയി എന്നുള്ളതാണ്. സ്വർണ്ണപ്പാളി എവിടെ തൊണ്ടി മുതൽ കണ്ടെത്താൻ പോവുക. അതെവിടെയുണ്ട്? തമിഴ്നാട്ടിലാണോ, കർണാടകത്തിലാണോ, ആന്ധ്രയിലാണോ, വിദേശത്ത് പോയോ? കടന്നു പോയിരിക്കാം. അന്താരാഷ്ട്ര ലംഘനമുണ്ട്. അതെല്ലാം കൂടെ വരുമ്പോൾ ആരൊക്കെ ഇപ്പം പ്രകാശനം പിടിച്ചിരിക്കുക. അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിൽ ആർക്കാവും. സാർ, ഈ മുന്നണി വിപുലീകരണം ഇപ്പൊ ചർച്ച അടിത്തറ വികസനം, പുതിയ ഘടകകക്ഷികൾ ഒരിക്കലും ഇവരെ കൂടാതല്ലേ ഇപ്പൊ ജയിച്ചിരിക്കുന്നത്. ഇപ്പൊ അടിത്തറ നഷ്ടപ്പെട്ടവർ എന്തിനും കൂടെ വരുന്നത് ആവശ്യം? ഈ ചർച്ചകൾ അനാവശ്യമാണ്. ചർച്ചയില്ലെന്നേ, ഒരു ചർച്ചയില്ലെന്ന് VD സതീശൻ പറഞ്ഞു. ഞങ്ങൾ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല.
ചർച്ച നടത്തണമെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കമ്മിറ്റിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. അങ്ങനെ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഈ പ്രതിപക്ഷ നേതാക്കളായിട്ട് അങ്ങ് സംസാരിച്ച നേതാവ് ഉൾപ്പെടെ അല്ലെങ്കിൽ UDF ഞങ്ങൾ എപ്പോഴും സംസാരിച്ചിട്ടുണ്ടാവുന്നത് അല്ല ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ ചർച്ച വരുന്ന സമയത്ത് ഈ വിഷയത്തിൽ അവരെല്ലാം ബോധവാന്മാരാണ്. ഇപ്പൊ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഞങ്ങൾ സംശയിച്ച് ഞങ്ങൾക്ക് തന്നത് ജയിക്കുമെന്ന്. മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രം 80,000 വോട്ടിനാണ് ഫ്രാൻസിസ് ചോദിച്ചു അവിടെ തുടങ്ങി. അപ്പം ഞങ്ങളുടെ ഓട്ടോറിക്ഷ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ല, നിങ്ങൾ നോക്കുന്ന ഗണേശിന്റെ മണ്ഡലം അവിടെ ഓട്ടോറിക്ഷയും ബസ്സുമായിട്ടാണ് മത്സരം. ഓട്ടോറിക്ഷ ഓടിക്കൊണ്ടിരിക്കുന്നു, ബസ് പഞ്ചറായി കിടക്കും. 3ാം സ്ഥാനത്ത് പോയി ഓട്ടോറിക്ഷ അയച്ചിരുന്നു. ഇവിടെ നിങ്ങൾ കാറ്റ് മാറി വീശുന്നത് ഇല്ല, വാടിക്കൊഴിഞ്ഞിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി കൊഴിയുമെന്നാണ്. ഇല്ലെന്ന് അതിനെപ്പറ്റി എനിക്ക് വലിയ പരാതിയില്ല. ചുമ്മാ അവരെ പറ്റി ഇന്നലെ വെറുതെ ശ്രമിച്ചു. ഈ ജനങ്ങളുണ്ടല്ലോ, ഈ ജോസ് കെ മാണിയോടൊപ്പം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരുമിച്ച് നിങ്ങൾ നിന്നിരുന്നത്, ആ തെറ്റിദ്ധാരണ മാറി അവർ ഇല്ല, അവർ നല്ലപോലെ വന്നിരിക്കുന്നല്ലോ. അല്ലെങ്കിൽ പോലെ ജയിക്കുമോ? കടുത്തുരുത്തി അല്ല, പിന്നെ കടുത്തുരുത്തിയിൽ കുറവിളങ്ങിയാടും ഒക്കെ അവരുടെ ശക്തി. അവിടെ കരുണയോട് തോറ്റെടുത്ത് 5,000 വോട്ടിന് ജയിച്ചു. കടുത്തുരുത്തി മണ്ഡലം 8,000 വോട്ടിന് ജയിച്ചു. ഇനി കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ വോട്ടേഴ്സ് അല്ല, ഇനി കൂടുതലായിട്ട് വരും. ജോസ് കെ മാണിയുടെ ഇന്നലത്തെ പരാമർശത്തിന് അതിന് മറുപടി അർഹിക്കുന്നില്ല. അങ്ങനത്തെ പരാമർശം ഉത്തരവാദിത്തപ്പെട്ട നേതാവ് നടത്താം. അയ്യോ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. ഈ ജില്ലാ പഞ്ചായത്ത്, നഗരസഭ, പഞ്ചായത്തുകളുടെ ഭരണം ഇതൊക്കെ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചർച്ചകൾ ഇല്ല, ആരംഭിച്ചിട്ടില്ല. ആരംഭിക്കാൻ പോകണേ ഉള്ളൂ. ജില്ലാ പഞ്ചായത്തുകളിൽ ഏതെങ്കിലും കേരള കോൺഗ്രസ് ക്ലെയിം ഉന്നയിക്കോ? സ്വാഭാവികമായിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഇടുക്കിയായിരിക്കോ ചോദിക്കുക? അതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് രമ്യമായ തീരുമാനമെത്തും. ഇടുക്കിയിൽ കോട്ടയത്തൊക്കെ വലിയ വ്യക്തമായ ലീഡുള്ളതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏത് ജില്ലയായിരിക്കും നമ്മൾ ആദ്യം അങ്ങനെ ഒരു ക്ലെയിം? ആദ്യം ഏതെന്ന് പറയാൻ കഴിയില്ല. വലിയ പ്രാധാന്യം. ഓക്കെ.